സോ ഗൈസ്, ഇനി എന്താണ് യു പി എസ് സി പ്രിലിംസ് എന്നുള്ളത് നമുക്കൊരു പിക്ചർ വേണം. കാരണം ആ പിക്ചർ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ഒരു പ്രിലിംസിനെ എങ്ങനെ നമ്മൾ ടാർഗറ്റ് ചെയ്യണം എന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഇമാജിൻ വൺ സൺഡേ, May 24 ആണ്. അപ്പൊ ആ രീതിയിൽ ആ ഡേറ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക. ആ സൺഡേ നമുക്ക് രാവിലെ എഴുതുന്ന ഒരു എക്സാമിനേഷൻ ഉണ്ട്. ആ മോർണിംഗ് എക്സാമിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറൽ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഓക്കെ, 100 ക്വസ്റ്റൻസ് ഉണ്ടാവും, 200 മാർക്കാണ്. ചുറ്റും അനലിറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിംഗ്, കറണ്ട് അഫേഴ്സും ഒക്കെയാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഏതൊക്കെ സബ്ജക്റ്റിലാണ് എന്നുള്ളത് നമുക്ക് വഴിയെ പറയാം. ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ എഴുതുന്നത് 2 മണിക്കൂറിന്റെ മറ്റൊരു എക്സാമിനേഷൻ ആണ്. 200 മാർക്കിന് 80 ക്വസ്റ്റൻസ്. അതാണ് ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ, ലോജിക്കൽ റീസണിങ്, ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്ന കുറച്ച് സിലബസിലുണ്ട്. മാത്തമാറ്റിക്കൽ ആയിട്ടുള്ള എബിലിറ്റിയും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എന്താണ് ടോപ്പിക് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കണം. ഇനി ടോപ്പിക്കിനെ കുറിച്ച് 10 വർഷമായിട്ട് GS പേപ്പറിൽ നിന്ന് ചോദിച്ചിരിക്കുന്ന ചില ടോപ്പിക്കുകളുടെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ് ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. എന്തിനാണ് ഈ ഡിസ്കഷൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന്, നമ്മൾ ഏതൊക്കെയാണ് സബ്ജക്റ്റുകൾ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ. ഓക്കെ, അപ്ഡേറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഫസ്റ്റ് വൺ, യു ആർ ഹാവിംഗ് ദ പോളിറ്റി ആൻഡ് ഗവേണൻസ്. ആസ് യു ഗൈസ് നോ, നിങ്ങളുടെ മെയിൻസിൽ GS വരുന്നുണ്ട്. ഓക്കെ, ഓക്കെ, മെയിൻസിൽ GS 2 നിങ്ങൾക്ക് വരുന്നുണ്ട് പോളിറ്റി ആൻഡ് ഗവേണൻസ്. ഇത് എല്ലാ പ്രാവശ്യം അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. എന്റെ വോയിസ് ക്ലിയർ ആണല്ലോ? വോയിസ് ക്ലിയറാ സാർ. ഓക്കെ, ഫൈൻ. അപ്പൊ അത്യാവശ്യം നല്ല രീതിയിൽ ചോദ്യങ്ങൾ ചോദിക്കും. ഒരു 20-25 ക്വസ്റ്റ്യൻസ് എന്നുള്ളതിനേക്കാൾ അപ്പുറത്തോട്ട്. ഓക്കെ, ഒരു നല്ല രീതിയിലുള്ള ശതമാനം ക്വസ്റ്റ്യൻസ് ചോദിക്കും. പോളിറ്റി, ഹിസ്റ്ററി ആൻഡ് കൾച്ചറിന് ചോദ്യങ്ങൾ ചോദിക്കും, ജോഗ്രഫിന്ന് ചോദിക്കും, ഇക്കണോമിന്ന് ചോദിക്കും, സയൻസ് ആൻഡ് ടെക് ചോദിക്കും, എൻവയോൺമെന്റ് എക്കോളജി ചോദിക്കും, കറണ്ട് അഫേഴ്സ് ചോദിക്കും. ഓക്കെ, അപ്പൊ ഇതിൽ തന്നെ ഓരോ സബ്ജക്റ്റിനും ഓരോ അപ്രോച്ചസ് ഉണ്ട്. ഇത് നമുക്ക് അപ്കമിങ് ക്ലാസ്സസിൽ നമ്മുടെ ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇതിന്റെ ഇൻസൈറ്റുകൾ കിട്ടും. ഓരോ സബ്ജക്റ്റ് വരുമ്പോഴും നിങ്ങൾക്ക് പ്രയോറിറ്റി ടോപ്പിക് ലിസ്റ്റ് തരും നമ്മൾ. അപ്പോൾ പോളിറ്റിയിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു 15 മുതൽ 20 ടോപ്പിക് ഉണ്ടാവും. അത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രിലിംസിന് അത് വെച്ചിട്ട് മാത്രം നിങ്ങൾക്ക് റിവൈസ് ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രൂപത്തിലോട്ടാണ് നമ്മുടെ നോട്ടുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. സിമിലർലി ഹിസ്റ്ററി ആൻഡ് കൾച്ചറിനും ഇതേപോലെ കുറച്ച് പ്രയോറിറ്റി ടോപ്പിക്സ് നമ്മൾ ചെയ്യും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് വളരെ എളുപ്പമാകുന്ന രൂപത്തിലോട്ട് നമ്മൾ നോട്ടും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് നിങ്ങൾ ആ നോട്ട് വെച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം. ഞാനിവിടെ ടോപ്പിൽ ജസ്റ്റ് ലിസ്റ്റ് ഡൗൺ ചെയ്തു എന്നുള്ളൂ. അപ്പൊ അതിന് അതിന്റെ രീതിയിലായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഈ അപ്രോച്ചിനാണ് ഞാൻ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഓക്കെ, ഒന്ന്, ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾക്ക് വേണ്ടത് ഒരു കോൺസെപ്റ്റ് ക്ലാരിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എൻ എക്സാമ്പിൾ ഫോർ എൻ എക്സാമ്പിൾ നമുക്കൊരു ടോപ്പിക്ക് പറയാം. ലൈക്ക്, ഞാനിപ്പോ റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എപ്സ്റ്റൈൻ ഫയൽസ് എന്ന് പറയുന്ന ഒരു ഫയൽസിനെ കുറിച്ച് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും അല്ലെ? എപ്സ്റ്റൈൻ ഫയൽസ് എന്ന് പറയുന്ന ഒരു ഫയൽസിനെ കുറിച്ച്. ഈ ഫയൽസ് നമുക്ക് GS 2 ആവശ്യമുണ്ട്, റിഗാർഡിംഗ് ദ റൂൾ ഓഫ് ലോ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. GS 3 ആവശ്യമുണ്ട്, ഇന്റേണൽ സെക്യൂരിറ്റി. GS 4 ഓക്കെ, അങ്ങനെ പവർ വേഴ്സസ് ക്രൈം. അപ്പൊ ആ രീതിയിലൊക്കെ നമുക്ക് എന്തിനാണ് ഒരു ടോപ്പിക്ക് എന്നുള്ളത് നമുക്ക് കുറച്ചുകൂടെ ഇൻഡപ്തിൽ മനസ്സിലാക്കാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഗ്രേറ്റ് തിങ്. എന്നിട്ട് ആ ടോപ്പിക് മനസ്സിലാക്കിയതിനു ശേഷം ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. അതിന് കറണ്ട് അഫേഴ്സുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ടോപ്പിക് ആണെങ്കിൽ ലിങ്ക് ചെയ്യുക, അല്ലാതെ ലിങ്ക് ചെയ്യാതിരിക്കുക. ഇനിയിപ്പോ വേറെ എക്സാമ്പിൾ പറയാം. നിങ്ങളിപ്പോ ന്യൂസിൽ ഒരു പ്രധാനപ്പെട്ട ഒരു ടെമ്പിളിനെ കുറിച്ച് കേൾക്കുകയാണെന്ന് വിചാരിക്കുക. അപ്പൊ ആ ടെമ്പിള്, വൈ ദാറ്റ് ഈസ് ഇൻ ന്യൂസ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. വാട്ട്സ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദാറ്റ് ടെമ്പിൾ എന്നുള്ളത് നമ്മൾ പഠിക്കും വേണം. അപ്പൊ നമുക്ക് ഏകദേശം ഒരു കോൺസെപ്റ്റ് കിട്ടി. എന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു MCQ നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, ആ കപ്പാസിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ? ആ ടെമ്പിൾ നമ്മൾ പഠിക്കുന്നത് കറണ്ട് അഫയേഴ്സിൽ എവിടെയും വന്നത് കൊണ്ടാണോ അത് സ്റ്റാറ്റിക് ആയിട്ട് പഠിക്കുന്നതാണോ? ഫോർ എക്സാമ്പിൾ, നിങ്ങൾ സോമനാഥ ക്ഷേത്രം എന്ന് പറയുന്ന ഒരു ക്ഷേത്രത്തെ കുറിച്ച് കേൾക്കുന്നുണ്ട് വിചാരിക്കുക. അപ്പൊ സോമനാഥ ക്ഷേത്രം എന്തുകൊണ്ട് നമ്മൾ പഠിക്കണം, അതിന്റെ പ്രത്യേകത എന്താണ്, അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ? അത് കറണ്ട് അഫയേഴ്സിൽ വന്നത് കൊണ്ടാണോ സ്റ്റാറ്റിക് ആയിട്ടുള്ളത് കൊണ്ടാണോ പഠിക്കുന്നത്? അപ്പൊ അങ്ങനെ ലിങ്ക് ചെയ്യേണ്ടടുത്ത് ലിങ്ക് ചെയ്യാം, മനസ്സിലാക്കേണ്ടടുത്ത് മനസ്സിലാക്കി വെക്കുക. ഈ രീതിയിൽ നിങ്ങൾക്ക് ഒരു അപ്രോച്ച് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് എഫിഷ്യൻസി ഓഫ് ലേണിംഗ് ഉണ്ടാവും. ഇല്ലെങ്കിൽ അയ്യോ ഇന്ന് 10 കറണ്ട് അഫയേഴ്സ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് 10 കറണ്ട് അഫയേഴ്സിന്റെ പിന്നാലെ പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കിക്കുക, അടുത്ത പ്രിലിംസിന് നിങ്ങളുടെ മുമ്പിലുള്ളത്. ഞാൻ അങ്ങനെ തന്നെ പറയുന്നു കേട്ടോ, ഒരു സിമ്പിൾ അപ്രോച്ചാണ് ഇത്. എത്രമാത്രം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ആകും എന്നുള്ളത് നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ അടുത്ത പ്രിലിംസിന് നിങ്ങളുടെ കയ്യിലുള്ളത് ഒരു 60 ദിവസമാണെന്ന് വിചാരിക്കുക. എക്സാമ്പിൾ, ഒരു 60 ഡേയ്സ് ആണെന്ന് വിചാരിക്കുക. ഈ 60 ഡേയ്സിൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 600 ടോപ്പിക്ക് പഠിക്കാനുണ്ടാവും മിനിമം. ഞാനൊരു നമ്പർ വെച്ച് പറഞ്ഞു. ഈ 600 ടോപ്പിക്ക് റാൻഡംലി ഷറ പട ഹ ഫു ഖ
പല രീതിയിൽ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ഇപ്പൊ പറഞ്ഞ ഞാൻ കണ്ടില്ല, ഒരു ക്ലാരിറ്റി ഇല്ലല്ലോ. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുന്നതാണോ നിങ്ങൾക്ക് നല്ലത്, അതോ ഈ 60 ദിവസം നിങ്ങൾ 2 ടോപ്പിക്ക് വെച്ചിട്ട് ഞാനൊരു 120 കറണ്ട് അഫയേഴ്സിന്റെ ടോപ്പിക്ക് വളരെ എഫിഷ്യന്റ് ആയിട്ട് ക്ലാരിറ്റിയോടുകൂടി പഠിക്കും? ഇതിലേതാണ് നിങ്ങൾക്ക് കുറച്ചുകൂടെ നന്നാവുക? ഇങ്ങനെ കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് സ്വാഭാവികമായിട്ട് ഒരു ഉത്തരം പറയും. പക്ഷെ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ കുറച്ച് കഴിയുമ്പോൾ ഇതെന്ത് ചെയ്യും, വേറെ വഴിക്ക് പോവുകയും ചെയ്യും. നിങ്ങൾ എന്നോട് യോജിക്കുന്നുണ്ടോ? പക്ഷെ അവിടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഡിസിപ്ലിൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ഹൗ വി ക്യാൻ ക്രിയേറ്റ് ഡിസിപ്ലിൻ? ഡിസിപ്ലിൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാത്തിനും ഒരു ടൈം മാനേജ്മെന്റ് ഫിക്സ് ചെയ്യണം. ഓക്കെ, ടൈം മാനേജ്മെന്റ് ഫിക്സ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, ഞാൻ കറണ്ട് അഫയേഴ്സിന് വേണ്ടി മാറ്റി വെക്കുന്ന ടൈം എല്ലാ ദിവസവും ഇന്ന ഇന്ന ഷെഡ്യൂൾ ആയിരിക്കും, ഇന്ന ഇന്ന ടൈം ആയിരിക്കും ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇന്ന ഇന്ന ടൈം ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഞാൻ ആ ടൈമിൽ കറണ്ട് അഫയേഴ്സ് തീർക്കും. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ആ ടൈം 1 മണിക്കൂറാണ് കൊടുക്കുന്നതെങ്കിൽ ആ 1 മണിക്കൂർ നിങ്ങൾ 2 ടോപ്പിക്ക് പഠിച്ചാൽ മതി. അത് എങ്ങനെ പഠിക്കണം? ദാറ്റ് ഈസ് കോൾഡ് ആർട്ട് ഓഫ് നോട്ട് മേക്കിംഗ്. അത് മറ്റൊരു തലമാണ്, നോട്ട് മേക്കിങ്ങിന്റെ മറ്റൊരു സ്ട്രാറ്റജി. അപ്പൊ കണ്ടോ, ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി അല്ലെങ്കിൽ ഒരു സ്കില്ല്, ആർട്ട് ഓഫ് നോട്ട് മേക്കിംഗ് എന്ന് പറയുന്ന മറ്റൊരു സ്ട്രാറ്റജി. ഇങ്ങനത്തെ സ്ട്രാറ്റജീസ് വെച്ചിട്ടാണ് യഥാർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പ്രിലിംസ് തൊട്ട് അപ്രോച്ച് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പ്രിലിംസിന് വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്യണം. അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ മെത്തേഡും ഞാൻ പഠിപ്പിച്ചു. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഓരോ പ്രാവശ്യം അനലിറ്റിക്കൽ ആകാം, കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ആകാം, ഫാക്ച്വൽ ആകാം. സോ അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം, വളരെ കൃത്യമായിട്ടുള്ള ഒരു അപ്രോച്ചിൽ നിങ്ങൾ ഈ ഗെയിമിനെ ഫോക്കസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഉറപ്പുണ്ടാവണം. ആ രീതിയിൽ വേണം നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോകാൻ വേണ്ടി. അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്തിരിക്കുന്ന കാര്യം എന്താണ്, പ്രിലിംസ്, പ്രിലിംസിന് ശേഷം GS പേപ്പറിലെ ഒരു ട്രെൻഡ് എന്താണ്, അതിന് എന്ത് അപ്രോച്ച് നിങ്ങൾ എടുത്തിരിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടില്ലേ? ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിശ്വസിക്കുകയാണ്.